അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ദിവസം ഉറുദുവിൽ നമ്മൾ പുതിയ ഒരു പാഠം പഠിക്കുകയുണ്ടായി. സർ സി വി രാമൻ അല്ലേ, ഇന്ത്യയിലെ തന്നെ അറിയപ്പെട്ട ഒരു സയൻറ്റിസ്റ്റായ സയൻസിൻ്റെ മേഖലയിലേക്ക് ധാരാളം സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള ഒരു മഹാവ്യക്തിത്വമായിരുന്നു സർ സി വി രാമൻ എന്നുള്ളത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ, മാതാപിതാക്കൾ എന്നിത്യാദി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഏതായാലും ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് ആ പാഠത്തിലെ തന്നെ എക്സസൈസ് ആണ്. ഒന്ന് നോക്കുക. ആദ്യത്തെ എക്സസൈസ് ലഫ്സ് ഓർ മഅന. ഓക്കെ, ഈ പാഠഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള പുതിയ വാക്കുകളും ആ വാക്കുകളുടെ ഉറുദുവിൽ തന്നെയുള്ള അർത്ഥങ്ങളുമാണ് ഒന്നാമത്തെ എക്സസൈസിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഒന്നാമത്തെ വാക്ക് ജനൂബ്. ജനൂബ് എന്ന് പറയുന്നത് ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. തെക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സൗത്ത് എന്നർത്ഥം. അതിൻ്റെ ഉറുദുവിൽ തന്നെയുള്ള മറ്റൊരു വാക്കാണ് ദഖൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മറ്റൊരർത്ഥവും കൂടി അവിടെ നൽകിയിട്ടുണ്ട്, ഷിമാൽ കി സിദ്. ഷിമാൽ എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ജനൂബ് എന്നാൽ. ഓക്കെ, ഷിമാൽ എന്ന് പറഞ്ഞാൽ വടക്ക് ഭാഗത്തിനാണ് പറയുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗമാണല്ലോ തെക്ക്, അതാണ് ജനൂബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ വാക്ക് ദറിയ എന്നുള്ളതാണ്. നദി എന്നാണ് അതിൻ്റെ മലയാളമെന്ന് നമുക്കറിയാം. നദി എന്നുള്ള വാക്കിന് ഉറുദുവിലും നദി എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ദറിയ എന്നുള്ളതിൻ്റെ അർത്ഥമായിട്ട് ഇവിടെ നദി എന്നുള്ള മറ്റൊരു പദം നൽകിയിട്ടുള്ളത്. ഓക്കെ, ഇനി മൂന്നാമത്തെ പദം ഖസ്ബ എന്നുള്ളതാണ്. ഖസ്ബ എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ദിവസം ഗ്രാമം അല്ലെങ്കിൽ പട്ടണം എന്നൊക്കെയായിരുന്നു വെച്ചിരുന്നത് അല്ലേ. അതിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒന്ന് നോക്കാം. വോ ബസ്തി ജിസ്കി ആബാദി 10,000 से 20,000 के दरमियां हो. ഓക്കെ, ബസ്തി എന്നാൽ നാട് എന്നാണ് അർത്ഥം. ആബാദി എന്നാൽ ജനവാസം. ഓക്കെ, ഹസാർ എന്നാലോ 1000 എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ വോ ബസ്തി അത്തരത്തിലുള്ള ഒരു നാട്. ജിസ്കി ആബാദി ഏതിൻ്റെ ജനവാസമാണോ 10,000 से 10,000 മുതൽ 20,000 के 20,000 ദർമിയാഹോ ഇടയിലാകുന്നു. അപ്പോൾ ഒരു നാട്, ആ നാട്ടിലുള്ള ജനങ്ങളെ എണ്ണി നോക്കിയാൽ അത് 10,000 മുതൽ 20,000 വരെയാണ് എങ്കിൽ അത്തരത്തിലുള്ള ഒരു നാടിനെ കുറിച്ചാണ് സാധാരണഗതിയിൽ ഉറുദുവിൽ ഖസ്ബ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, ഇനി അടുത്ത വാക്ക് ഖാത്തൂൻ. ഖാത്തൂൻ എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നാണ് അർത്ഥമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഔറത്ത് എന്നും സ്ത്രീക്ക് ഉറുദുവിൽ പറയാറുണ്ട്. ഇനി അടുത്തത് ദഹി. ദഹി എന്നാൽ ബുദ്ധിശാലി എന്നൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു. അതിൻ്റെ ഉറുദുവിലുള്ള മറ്റുള്ള അർത്ഥങ്ങളാണ് ജിസ്ക ദിമാഗ് അച്ചാഹോ. ദിമാഗ് എന്നാൽ തലച്ചോറ്, ബുദ്ധി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ദഹി എന്നാൽ ജിസ്ക ആരുടെയാണോ ദിമാഗ്, തലച്ചോറ്, ബുദ്ധി, അച്ചാഹോ നല്ലതാകുന്നു. അപ്പോൾ നല്ല രീതിയിൽ തലച്ചോറുള്ള ബുദ്ധിയുള്ള ആൾക്കാണ് നമ്മൾ ദഹി എന്ന് പറയാറുള്ളത്. ഓക്കെ, ഇനി മറ്റൊരർത്ഥം യാനി പഠ്നെ ലിഖ്നേമേ തേസ്. യാനി അതായത് പഠ്നെ ലിഖ്നേമേ എഴുതുന്നതിലും വായിക്കുന്നതിലും തേസ് വളരെ സ്പീഡുള്ളവനായിരിക്കും. അത്തരത്തിലുള്ള ആളുകളെക്കുറിച്ച് നമ്മൾ ദഹി എന്ന് പറയാറുണ്ട്. അതായത് നന്നായിട്ട് ബുദ്ധിയുള്ളവർക്കേ നന്നായിട്ട് പഠിക്കുവാനും വായിക്കുവാനും എഴുതുവാനൊക്കെ കഴിയുകയുള്ളൂ. അവരെക്കുറിച്ച് നമ്മൾ ദഹി എന്ന് പറയാറുണ്ട്. ഹോഷിയാർ എന്നാൽ ബുദ്ധിമാൻ എന്നാണ് അർത്ഥം. ദഹി എന്നുള്ളതിൻ്റെ മറ്റൊരു വാക്കാണത്. ഇനി അടുത്ത വാക്ക് ജമാഅത്ത് എന്നാണ്. ക്ലാസ് എന്നാണ് അതിന് നമ്മൾ അർത്ഥം പറഞ്ഞിരുന്നത്. ദറജ, ക്ലാസ് എന്നൊക്കെ ഉറുദുവിൽ ക്ലാസ്സിനെ കുറിച്ച് പറയാറുണ്ട്. ഇനി അടുത്തത് സാസ്. സാസ് എന്ന് പറഞ്ഞാൽ വാദ്യോപകരണം എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു. മ്യൂസിക്കൊക്കെ ഉണ്ടാക്കുന്ന ഉപകരണത്തിനാണ് നമ്മൾ സാസ് എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റൊരു വാക്കാണ് ബാജ എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് മൂസീഖി. മൂസീഖി എന്നാൽ മ്യൂസിക് ആണ് എന്ന് നമുക്കറിയാം. അതാണ് ഗാനെ യാ ബജാനെ ക ഫൻ ഓർ ഇൽം. ഗാനെ, ഗാന എന്നാൽ പാട്ട് പാടുക എന്നാണ് അർത്ഥം. ബജാന എന്ന് പറഞ്ഞാൽ മ്യൂസിക് ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വാദ്യം കൊട്ടുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഗാനെ യാ ബജാനെ ക ഫൻ പാട്ട് പാടുന്നതിൻ്റെ അല്ലെങ്കിൽ വാദ്യോപകരണം ഉപയോഗിക്കുന്നതിൻ്റെ ഫൻ, അതിൻ്റെ ആ കല, ഓർ ഇൽം അല്ലെങ്കിൽ അതിൻ്റെ വിജ്ഞാനം. ഓക്കെ, അപ്പോൾ പാട്ട് പാടുക, വാദ്യം കൊട്ടുക എന്നിത്യാദിയുള്ള കലകളെക്കുറിച്ചാണ്, വിജ്ഞാനത്തെക്കുറിച്ചാണ് നമ്മൾ മ്യൂസിക് എന്ന് പറയാറുള്ളത്. ഓക്കെ, ഇനി അടുത്തത് മുതവജ്ജിഹ് കർണ. മുതവജ്ജിഹ് കർണ എന്നാൽ മുന്നിടേക്കുക എന്നാണ് അർത്ഥമെന്ന് നമ്മൾ
കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. തവജ്ജുഹ് കോ യാനി ധയാൻ കോ അപ്നി തറഫ് ഖീഞ്ചന. ഓക്കെ, തവജ്ജുഹ് എന്നാൽ ദയാ എന്നാലും ശ്രദ്ധ എന്നാണ് അർത്ഥം. ഓക്കെ, തവജ്ജുഹ് കോ ശ്രദ്ധയെ, യാനി ദയാൻ കോ അതായത് ശ്രദ്ധയെ അപ്നി തൊറഫ് സ്വന്തം ഭാഗത്തിലേക്ക് ഖീഞ്ചിന വലിക്കുക എന്നാണ് മുതവജ്ജിഹ് കർണ എന്ന് പറഞ്ഞാലുള്ള ഉറുദുവിലുള്ള അർത്ഥം. അതായത് മറ്റൊരാളുടെ ശ്രദ്ധ സ്വന്തം ഭാഗത്തേക്ക് വലിച്ചു കൊണ്ടുവരുന്നതിനെയാണ്, മറ്റൊരാളെ തന്നിലേക്ക് മുന്നിടിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ മുതവജ്ജിഹ് കർണ എന്ന് പറയാറുള്ളത്. ഓക്കെ, ഇനി അടുത്തത് അസീം എന്നുള്ള വാക്കാണ്. ബഡ വലിയ എന്നുള്ള അർത്ഥത്തിലാണ് അസീം എന്നുള്ളത് ഉപയോഗിക്കാറുള്ളത്. ഇനി അടുത്തത് നവാസ്ന. നവാസ്ന എന്നാൽ ആദരിക്കുക എന്നാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു. ആദരിക്കുക, നൽകുക എന്നൊക്കെയുള്ള അർത്ഥം നവാസ്ന എന്നുള്ളതിനുണ്ട്. ഓക്കെ, ബഹഷ്ന, അഴ്ത്താ കർണ എന്നൊക്കെ പറഞ്ഞാൽ നൽകുക എന്നാണ് ഉറുദുവിലുള്ള അർത്ഥം. ആ അർത്ഥത്തിൽ നവാസ്ന എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇസ്സത്ത് ദേന. ഇസ്സത്ത് എന്നാൽ ആദരവ് എന്നുള്ള അർത്ഥമുണ്ട്. ഇസ്സത്ത് ദേന ആദരവ് നൽകുക, ആദരിക്കുക എന്നുള്ള അർത്ഥവും നവാസിന എന്നുള്ള വാക്കിനുണ്ട്. ഇനി അടുത്തത് ആലാത്ത്. ആലാത്ത് എന്നാൽ ഉപകരണങ്ങൾ എന്നാണ് അർത്ഥം. ആല കി ജം, ആല എന്നുള്ളതിൻ്റെ ജം ആണ് ആലാത്ത് എന്ന് പറയുന്നത്. ആല എന്നാൽ ഉപകരണം എന്നാണ്, അതിൻ്റെ ജം ആലാത്ത് ഉപകരണങ്ങൾ. ഓക്കെ, ഇനി അടുത്തത് സപ്പൂത്ത് അല്ലെങ്കിൽ സിപ്പോത്ത്. രണ്ട് പറഞ്ഞാലും മകൻ അല്ലെങ്കിൽ കുട്ടി, സന്താനം എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, ലായിഖ് ഔലാദ് എന്നിവിടെ അർത്ഥം നൽകിയതായിട്ട് കാണാം. ലായിഖ് പറഞ്ഞാൽ യോജിച്ച, ഔലാദ് മക്കൾ. അപ്പോൾ യോജിച്ച മക്കളെക്കുറിച്ചാണ് നമ്മൾ സപ്പോത്ത് അല്ലെങ്കിൽ സിപ്പോത്ത് എന്നൊക്കെ പറയാറുള്ളത്. ഓക്കെ, ഇനി അടുത്തത് അമൽ. അമൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. കാമ്, ജോലി, പണി എന്നൊക്കെയാണ് അമൽ എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. ഓക്കെ, ഏതായാലും ഇനി നമുക്ക് രണ്ടാമത്തെ എക്സസൈസിലേക്ക് കടക്കാം. സോച്ചിയെ, ബത്തായിയെ, ഔർ ലിഖിയെ. സോച്ചിയെ ചിന്തിക്കൂ, ബത്തായിയെ പറയൂ, ഔർ ലിഖിയെ എന്നിട്ട് എഴുതൂ എന്നുള്ളതാണ് ചോദ്യത്തിൽ പറയുന്നത്. അതിന് താഴെ നമുക്ക് 6 ചോദ്യങ്ങൾ കാണാം. ആ 6 ചോദ്യത്തിനുമുള്ള ഉത്തരം നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം. അലിഫ്, ഒന്നാമത്തെ ചോദ്യം, ചന്ദ്രശേഖർ വെങ്കിട്ടരാമൻ കഹാ പൈദാ ഹുയെ. ചന്ദ്രശേഖർ വെങ്കിട്ടരാമൻ കഹാ എവിടെയാണ് പൈദാ ഹുയെ ജനിച്ചിട്ടുള്ളത് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾ എഴുതുക. രണ്ടാമത്തത്, രാമനെ കിൻ ചീസോं पर തജ്രിബെ കിയെ. രാമൻ കിൻ ചീസോं पर ഏതെല്ലാം വസ്തുക്കളുടെ മേലാണ് തജ്രിബെ കിയെ എക്സ്പെരിമെൻറ്റ്സ് പരീക്ഷണങ്ങൾ ചെയ്തത് എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി മൂന്നാമത്തത്, രാമൻ കി സബ്സെ ബഡി ഖോജ് ക്യാ ഥി. രാമൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്തായിരുന്നു എന്നതാണ് അടുത്ത ചോദ്യം. ഓക്കെ, ഇനി നാലാമത്തത്, ഹുക്കൂമത്തെ ഹിന്ദിനെ രാമൻ കോ കോൺ സാ ഇനാം ദിയ. ഹുക്കൂമത്തെ ഹിന്ദിനെ ഇന്ത്യൻ ഗവൺമെൻറ് രാമന് കോൺ സാ ഏത് ഇനാം ദിയ അവാർഡാണ് നൽകിയത്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് നമ്മുടെ സി വി രാമൻ്റെ സയൻറ്റിഫിക് ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ, അതിൻ്റെ സംഭാവനകൾ മൂലം ഒരു ഇനാം നൽകിയതായിട്ട്, അവാർഡ് നൽകിയതായിട്ട് നമ്മൾ പാഠഭാഗത്ത് പഠിച്ചു. അത് ഏത് അവാർഡാണെന്നതാണ് അടുത്ത ചോദ്യം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഹം സയൻസ് ഡേ കബ് മനാത്തെ ഹൈ. നമ്മൾ സയൻസ് ഡേ കബ് മനാത്തെ ഹൈ എപ്പോഴാണ് ആചരിക്കുന്നത്, ആഘോഷിക്കുന്നത് എന്നതാണ് അടുത്ത ചോദ്യം. ഇനി അവസാന ചോദ്യം, രാമൻ കി ദിൽചസ്പി കിൻ ചീസോं में थी. രാമൻ കി ദിൽചസ്പി രാമൻ്റെ താല്പര്യം, കിൻ ചീസോं में थी എന്തെല്ലാം കാര്യങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നതാണ് ആറാമത്തെ ചോദ്യം. ഏതായാലും ഈ 6 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങൾ സ്വന്തമായിട്ട് ഉറുദുവിൽ തന്നെ എഴുതണം. ഓക്കെ, ഇനി മൂന്നാമത്തെ എക്സസൈസ് നോക്കാം. ഇൻ ജുംലോ കോ സഹീഹ് ലഫ്സോं से മുക്കമ്മൽ കീജിയെ. താഴെ 5 ജുംലകൾ നമുക്ക് കാണാം. പാഠഭാഗത്ത് നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ്. 5 ജുംലകളിലും ഓരോ ഡാഷായിട്ടും അല്പം ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ വിട്ടുപോയ ഭാഗത്ത് എന്താണ് എന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് നിന്നുള്ള ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാനായിട്ടാണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, ഇൻ ജുംലോ കോ ഈ ജുംലകളെ സ്വഹീഹ് ലഫ്സോं से ശരിയായിട്ടുള്ള പദങ്ങൾ കൊണ്ട് മുക്കമ്മൽ കീജിയെ പൂർത്തീകരിക്കൂ എന്നുള്ളതാണ് ചോദ്യത്തിൽ പറയുന്നത്. ഓക്കെ, അലിഫ്, ഒന്നാമത്തെ ചോദ്യം, സുബഹ് സവേരെ ഉഠ്ന ഔർ കുച്ച് ദേർ ഡാഷ് ഉൻകി ആദത് മേ ഷാമിൽ ഥാ. ഓക്കെ, അപ്പോൾ അവിടെ എന്താണുള്ളതെന്ന് വെച്ചാൽ ബ്രാക്കറ്റിൽ നിന്നും ടഹൽന, ആറാം കർണ എന്നൊക്കെയുണ്ട്. അത് ഏതാണെന്ന് വെച്ചാൽ അവിടെ പൂരിപ്പിക്കുക.
രണ്ടാമത്തത് വോ ഉൻകി ഹർ ഡാഷ് കോ ദൂർ കർനെ കി കോശിഷ് കർത്തേ ഥേ. ഓക്കെ, അവിടെയും ആസാനി മുഷ്കിൽ എന്നുണ്ട്. അടുത്ത ചോദ്യം മൂസീഖി കെ ഉസി ഷൗഖ് നെ ഡാഷ് കി ലഹറോं की तरफ उन्हें मुतवज्जिह किया. ഇനി അടുത്തത് ഹുകൂമത്തെ ബരിത്താനിയ നെ ഉനെ ഡാഷ് കാ ഖിതാബ് ദിയ. ഇനി അടുത്തത് ഉൻകി ജിന്ദഗി ആജ് ഭി ഹമേ ഡാഷ് കാ പൈഗാം ദേത്തി ഹേ. ഓക്കെ, ഏതായാലും ഇവിടെയൊക്കെ ആ വിട്ട ഭാഗത്തെ നിങ്ങൾ ശരിയായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പൂരിപ്പിക്കണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, മിസാൽ കെ മുതാബിക് ദിയേ ഹുയേ ലഫ്സോं के वाहिद लिखिए. മിസാൽ ഖയാലാത്ത് ഖയാൽ. മിസാൽ കെ മുതാബിക് ഉദാഹരണത്തിനോട് യോജിച്ചുകൊണ്ട് ദിയേ ഹുയേ ലഫ്സോं के അവിടെ നൽകപ്പെട്ടിട്ടുള്ള പദങ്ങളുടെ വാഹിദ് ലിഖിയെ മുഫ്രദ് എഴുതൂ, ഏകവചനം എഴുതൂ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, മിസാൽ ഖയാലാത്ത് എന്നുള്ളതിൻ്റെ മുഫ്രദായിട്ട് അവിടെ ഖയാൽ എന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്നുള്ളത് പോലെ അതിന് താഴെ ജംഅ എന്നുള്ളതിന് നേരെയായിട്ട് ആലാത്ത്, തജ്രിബാത്ത്, മുഷ്കിലാത്ത്, ഇൻആമാത്ത്, ദർറാത്ത്, ഖസബാത്ത്, ആദാത്ത്, ഖിതാബാത്ത് എന്നീ പദങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. അവയെല്ലാം ജംഅ ആയിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതിൻ്റെ എല്ലാം മുഫ്രദായിട്ടുള്ള പദങ്ങൾ ഈ പാഠഭാഗത്ത് തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അവ ഏതാണ് എന്ന് വെച്ചാൽ അതിന് താഴെയുള്ള കോളത്തിൽ നിങ്ങൾ എഴുതി കൊടുക്കണം. ഓക്കെ, ഇനി അഞ്ചാമത്തെ ചോദ്യം, ഇൻ ലഫ്സോं से जुमले बनाइए. ഇൻ ലഫ്സോं से ഇവിടെയുള്ള പദങ്ങളെ കൊണ്ട് ജുംലെ ബനായിയെ ജുംലകൾ ഉണ്ടാക്കൂ, വാക്യങ്ങൾ ഉണ്ടാക്കൂ എന്നുള്ളതാണ് ചോദ്യം. അതിന് താഴെ ഖാത്തൂൻ, ജമാഅത്ത്, തജ്രിബ, ആദത്ത്, മൂസിക്കി, ഷൗഖ് എന്ന് പറഞ്ഞിട്ടുള്ള 6 പദങ്ങൾ കാണാം. ആ 6 പദങ്ങളുടെയും അർത്ഥം നിങ്ങൾക്കറിയാവുന്നതാണ്. ആ 6 പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ ജുംലകൾ നിങ്ങൾ സ്വന്തമായിട്ട് ഉറുദുവിൽ എഴുതണം. ഓക്കെ, ഇനി ആറാമത്തേത് ഒന്ന് മനസ്സിലാക്കുക. പഠിയെ, സമജിയെ, ഔർ ലിഖിയെ. പഠിയെ വായിക്കൂ, സമജിയെ മനസ്സിലാക്കൂ, ഔർ ലിഖിയെ എന്നിട്ട് എഴുതൂ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അവിടെ 3 ജുംലകൾ നൽകിയതായിട്ട് നമുക്ക് കാണാം. അലിഫ്, രാമൻ തിർച്ചിറാപ്പള്ളി മേ പൈദാ ഹുയേ. രാമൻ തിർച്ചിറാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചിട്ടുള്ളത് എന്നതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ഹുകൂമത്തെ ബരിത്താനിയ നെ ഉനെ സർ കാ ഖിതാബ് ദിയ. ഹുകൂമത്തെ ബരിത്താനിയാനെ ബ്രിട്ടൻ ഗവൺമെൻറ് ഉനെ അദ്ദേഹത്തിന് സർ കാ ഖിതാബ് ദിയ, സർ എന്നുള്ള പദവി നൽകി എന്നതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് ഉനെ നോബൽ ഇനാം സേ ഭി നവാസാ ഗയ. ഉനെ അദ്ദേഹം നോബൽ ഇനാം സേ ഭി നോബൽ അവാർഡ് കൊണ്ടുകൂടി നവാസാഗയ ആദരിക്കപ്പെട്ടു എന്നുള്ളതാണ് മൂന്നാമത്തെ ജുംലയായിട്ട് അവിടെ നൽകിയിട്ടുള്ളത്. ഏതായാലും അതിന് താഴെയുള്ള ആ പോയിന്റ് ഇട്ട ഭാഗം ശ്രദ്ധിക്കുക. ഇൻ ജുംലോമേ പൈദാ ഹുയേ ഖിതാബ് ദിയ നവാസാഗയ. ഓക്കെ, ഇൻ ജുംലോമേ ഇപ്പറയപ്പെട്ട 3 ജുംലകളിൽ പൈദാ ഹുയേ എന്നുള്ളതും ഖിതാബ് ദിയ എന്നുള്ളതും നവാസാഗയ എന്നുള്ളതും ഓക്കെ ജനിച്ചു എന്നുള്ളതുപോലെ പദവി നൽകി ആദരിക്കപ്പെട്ടു എന്നീ പദങ്ങളൊക്കെ ബിത്തോർ ഫിഅൽ ഇസ്തിഅമാൽ ഹുയേ ഹൈ. ബിത്തോർ ഫിഅലിൻ്റെ രൂപത്തിൽ ഫിഅലിനെ പോലെ ഇസ്തിഅമാൽ ഹുയേ ഹൈ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു അല്ലേ. പൈദാ ഹുയേ എന്നുള്ളത് പൈദാ ഹുവ എന്നുള്ളതിൻ്റെ ഒരു ജംഅ എന്നുള്ള രൂപത്തിലാണ്. സാധാരണഗതിയിൽ ആയ എന്നുള്ളത് ആയേ എന്നാകുന്നത് പോലെയാണ് പൈദാ ഹുവ എന്നുള്ളത് പൈദാ ഹുയേ എന്നായിട്ടുള്ളത് അല്ലേ. ഖിതാബ് ദേന എന്നുള്ളതിൻ്റെ മാസിയായിട്ടാണ് ഖിതാബ് ദിയ എന്നുള്ളത് ഇവിടെ നൽകിയിട്ടുള്ളത് എന്നുള്ളത് പോലെ നവാസ ജാന എന്നുള്ളതിൻ്റെ മാസിയായിട്ടാണ് നവാസ ഗയ എന്നിവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഫിഅലിൻ്റെ രൂപത്തിലാണ് ഇവിടെ നൽകപ്പെട്ടിട്ടുള്ളത് എന്നർത്ഥം. ഓക്കെ, ജിൻസെ ഏതിനാലാണോ ഗുസറേ ഹുയേ ജമാനെ കാ പത്താ ചൽത്താ ഹെ. ഗുസർന എന്ന് പറഞ്ഞാൽ കഴിയുക എന്നാണ് അർത്ഥം, കഴിഞ്ഞു കടക്കുക. അപ്പോൾ ജിൻസെ ഏത് ഫിഅലിൽ നിന്നാണോ ഗുസറേ ഹുയേ ജമാനേക്ക കഴിഞ്ഞു പോയ കാലത്തിൻ്റെ പത്താ ചൽത്താ ഹെ വിവരം ലഭിക്കുന്നു അല്ലെ. പൈദാ ഹുയ എന്ന് പറഞ്ഞാൽ ജനിച്ചു കഴിഞ്ഞു, ജനിച്ചു എന്നാണ് അർത്ഥം. ഖിതാബ് ദിയ എന്നാൽ പദവി നൽകി, നവാസ ഗയ ആദരിക്കപ്പെട്ടു. ഇവയെല്ലാം മാസിയാണല്ലോ, അതായത് കഴിഞ്ഞ കാലത്ത് സംഭവിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എന്നർത്ഥം. ഓക്കെ, അതാണ് ജിൻസെ ഏതിൽ നിന്നാണോ ഗുസറേ ഹുയേ ജമാനേക്ക കഴിഞ്ഞു പോയ കാലത്തിൻ്റെ പത്താ ചൽത്താ ഹെ വിവരം ലഭിക്കുന്നു. ഓക്കെ, ഗുസറേ ഹുയേ ജമാനേക്കോ മാസി കഹ്തേ ഹെ നമുക്കറിയാവുന്നതാണ്. ഗുസറേ ഹുയേ ജമാനേക്കോ കഴിഞ്ഞു പോയ കാലത്തെ മാസി കഹ്തേ ഹൈ മാസി എന്നാണ് പറയുന്നത്. ഓക്കെ,
ഇനി നിങ്ങൾക്കുള്ള ഒരു ചെറിയ വർക്കാണ്. നീച്ചെ ദിയേ ഗയേ ജുംലോं से ഫിഅൽ മാസി ചുൻകർ ഖാനോं में लिखिए. നീച്ചെ ദിയേ ഗയേ താഴെ നൽകപ്പെട്ടിട്ടുള്ള ജുംലോं से പദങ്ങളിൽ നിന്നും വാക്യങ്ങളിൽ നിന്നും ഫിഅൽ മാസി ചുൻകർ മാസിയായിട്ടുള്ള ഫിഅൽ തിരഞ്ഞു പിടിച്ചിട്ടിട്ട്, ഓക്കെ, ചുന്ന എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ചുൻകർ തിരഞ്ഞെടുത്തിട്ട് ഖാനോമേ ലിഖിയെ അവിടെയുള്ള സ്ഥലങ്ങളിൽ എഴുതുവെന്നാണ്. ഓക്കെ, അവിടെ നമുക്ക് 3 ജുംലകൾ കാണാം. ആ 3 ജുംലകൾക്കും നേരെ ഓരോ പെട്ടിക്കോളങ്ങളും നമുക്ക് കാണാം. ആ പെട്ടിക്കോളത്ത് നിങ്ങൾ എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ജുംലയിൽ ഏത് വാക്കാണോ മാസിയായിട്ട് വന്നിട്ടുള്ളത് ആ പദമാണ് നമ്മൾ ആ പെട്ടിക്കോളത്തിൽ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, ഒന്നാമത്തെ ജുംല രാമൻ ഹർ ജമാഅത്ത് മേ അവൽ ആയേ, രാമൻ എല്ലാ ക്ലാസ്സുകളിലും ഒന്നാമനായി എന്നതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് മൂസിഖി കെ ഷൗക്കിനെ ഊനെ ആവാസ് കി ലഹറോं की तरफ मुतवज्जह किया. മൂസിഖി കെ ഷൗക്കിനെ മ്യൂസിക്കിനോടുള്ള ആഗ്രഹം ഊനെ അദ്ദേഹത്തെ ആവാസ് കി ലഹറോं की तरफ ശബ്ദത്തിൻ്റെ തരംഗങ്ങളുടെ ഭാഗത്തേക്ക് മുതവജ്ജിഹ് കിയ മുന്നടിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തത്. ഇനി മൂന്നാമത്തത് വോ ആഖിരി ഉംറ തക് കാം സേ ദിൽചസ്പി ലേത്തെ രഹേ. വോ ആഖിരി ഉംറ തക് അദ്ദേഹം അവസാനത്തെ വയസ്സ് വരെ കാം സേ പ്രവർത്തനത്തോട് ദിൽചസ്പി ലേത്തെ രഹേ എന്ത് ചെയ്തുകൊണ്ടേയിരുന്നു, താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ജുംല. ഏതായാലും ഈ 3 ജുംലയിലും മാസിയായിട്ടുള്ള ഫിഅലുകളുണ്ട്. അവ ഏതാണ് എന്ന് നിങ്ങൾ ആ പെട്ടിക്കോളത്തിൽ തിരഞ്ഞെടുത്തിട്ട് എഴുതണം. ഓക്കെ, ഇനി അടുത്തത് 7ാമത്തെ എക്സസൈസ് ആണ്. ഇൻ ലഫ്സോं के മുതസാദ് ലിഖിയേ. ഇൻ ലഫ്സോं के താഴെ ധാരാളം പദങ്ങളുണ്ട്, 8ഓളം പദങ്ങളുണ്ട്. ആ പദങ്ങളുടെ എല്ലാം മുതസാദ് അതായത് ലിദ്ദുകൾ വിപരീത പദങ്ങൾ ലിഖിയെ എഴുതുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ 8 പദങ്ങളും നമ്മൾ ഈ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ലിദ് നിങ്ങൾ എഴുതേണ്ടതാണ്. ഒന്നാമത്തത് ബച്പൻ എന്നാണ്. ബച്പൻ എന്നാൽ കുട്ടിക്കാലം എന്നാണ് അർത്ഥം. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് എന്താണ് വരിക, വാർദ്ധക്യം എന്നാണല്ലേ വരാറുള്ളത്. ഓക്കെ, വാർദ്ധക്യത്തിന് ബുഡാപ്പ എന്നാണ് പറയാറുള്ളത് കേട്ടോ, ബുഡാപ്പ. ഓക്കെ, അവിടെ അങ്ങനെ എഴുതി കൊടുക്കണം. ഇനി രണ്ടാമത്തത് ഔവൽ എന്നാൽ ആദ്യത്തെ എന്നാണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ആഖർ അവസാനത്തത്. സുബഹ് എന്നാൽ പ്രഭാതം രാവിലെ എന്നാണ് അർത്ഥം. അതിൻ്റെ ഓപ്പോസിറ്റ് ഷാം വൈകുന്നേരം. അച്ഛ എന്നാൽ നല്ലത്. ബുറ എന്നാൽ മോശപ്പെട്ടത്. ബുറ എന്നാണ് അച്ഛ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ളത്. പക്ക എന്ന് പറഞ്ഞാൽ പാകമായ എന്നാണ് അർത്ഥമെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് കച്ച എന്നുള്ളതാണ്. ഓക്കെ, കച്ച എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം പാകമാകാത്ത എന്നാണ്. ഓക്കെ, ഉഠ്ന എന്നാൽ എണീക്കുക എന്നാണ് എന്ന് നമുക്കറിയാം. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് സോന എന്ന് പറയാവുന്നതാണ്, ഉറങ്ങുക എന്നർത്ഥം. ഓക്കെ, പിന്നെ ദിൽചസ്പി എന്നാൽ താല്പര്യം എന്നാണ് അർത്ഥം. അപ്പോൾ താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു കുടുസ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമുക്ക് തങ്കി എന്നുപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ തങ്ക് ഹാലി എന്നുപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ തങ്ക് ഹാലി എന്നാണ് നിങ്ങളവിടെ ദിൽചസ്പി എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റായിട്ട് എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് റോഷ്നി എന്നാൽ പ്രകാശം എന്നാണ് നമുക്കറിയാം. അതിൻ്റെ ഓപ്പോസിറ്റ് ഇരുട്ട് എന്നുള്ളതാണ്. അന്ധേര എന്നാണ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ എഴുതേണ്ടത്, ഇരുട്ട് എന്നർത്ഥം. ഓക്കെ, ഏതായാലും 7ാമത്തെ എക്സസൈസും ഇതോടെ കഴിയുന്നു. ഇനി 8ാമത്തേതാണ് പഠിയെ ഓർ യാദ് കീജിയെ. പഠിയെ വായിക്കൂ, ഓർ യാദ് കീജിയെ എന്നിട്ട് ഓർമ്മിച്ചു വെക്കൂ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, യാദ് കർണ എന്നാൽ ഓർമ്മിച്ചു വെക്കുക, കാണാതെ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് അടുത്തത് പറയുന്നത്. താഴെ ശ്രദ്ധിക്കുക. ചന്ദ് യാദ്ഗാർ ദിൻ. ചന്ദ് കുറച്ച്, യാദ്ഗാർ ഓർമ്മിച്ചു വെക്കേണ്ട. യാദ് എന്നാൽ ഓർമ്മ എന്നാണ്, യാദ്ഗാർ എന്നാൽ ഓർമ്മിച്ചു വെക്കേണ്ട. ദിനങ്ങൾ. ഓക്കെ, അപ്പോൾ ഓർമ്മിച്ചു വെക്കേണ്ട കുറച്ച് ദിവസങ്ങളാണ് താഴെ നൽകിയിട്ടുള്ളത്. ഓക്കെ, ആദ്യമായിട്ട് സർ സി വി രാമൻ നമ്മൾ ഈ പാഠം പഠിച്ചിട്ടുള്ള ആ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയായിട്ട് നമ്മൾ ഒരു ദിവസം ആചരിക്കുന്നുണ്ട്. അതെന്തായിരുന്നു? 28 ഫെബ്രുവരി അല്ലേ, ഫെബ്രുവരി 28 നമ്മൾ സയൻസ് കാ ദിൻ, സയൻസ് ഡേ ആയിട്ട് ആചരിക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത്
14 നവംബർ. ഓക്കെ, നവംബർ 14 തീയതി ബച്ചോ കാ ദിൻ. ഓക്കെ, കുട്ടികളുടെ ദിനമായിട്ട് ചിൽഡ്രൻസ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കാറുണ്ട്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഓർമ്മക്കാണ് നമ്മളത് ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് നമുക്ക് സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്നുള്ള ഇന്ത്യയുടെ മുമ്പത്തെ പ്രസിഡൻറ്റിൻ്റെ ചിത്രം നമുക്ക് കാണാം. അത് 5 സെപ്റ്റംബർ. ഓക്കെ, സെപ്റ്റംബർ 5 തീയതി യൗമെ അസാതിദ, ടീച്ചേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കാറുള്ളത് ഈ സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്നുള്ള ആളുടെ ജന്മദിനത്തെ ഓർമ്മിച്ചുകൊണ്ടാണ്. ഇദ്ദേഹം വിദ്യാഭ്യാസത്തിന് എന്നുള്ളതുപോലെ ടീച്ചിങ്ങിന് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളൊരു വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജനന ദിവസം തന്നെ നമ്മൾ യൗമെ അസാതിദ ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അത് സെപ്റ്റംബർ 5 കൂടി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി അടുത്തത് 26 ജനുവരി. ജനുവരി 26 തീയതി യൗമെ ജംഹൂരിയ, റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കാറുള്ളതാണ്. അപ്പോൾ ഈ 4 ഡേറ്റുകളും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്, ഡേറ്റുകളാണ്. അവ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, ഇനി 9ാമത്തെ അവസാനത്തെ എക്സസൈസാണ് ബുലന്ദ് ആവാസ് സെ പഠിയേ ആർ ഖുശ് ഖത്ത് ലിഖിയേ. ബുലന്ദ് ആവാസ് സെ, ഉയർന്ന ശബ്ദത്താൽ, പഠിയേ വായിക്കൂ, ആർ പിന്നീട് ഖുശ് ഖത്ത് ലിഖിയേ, നല്ല രീതിയിൽ എഴുതൂ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതിന് താഴെ നമുക്ക് 5 വാക്കുകൾ കാണാവുന്നതാണ്. ജമാഅത്ത്, അസീം, പൈഗാം, അമൽ, ഇൻആം. ഓക്കെ, ഇവയുടെ എല്ലാം അർത്ഥങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഏതായാലും അവ നിങ്ങൾ വളരെ വൃത്തിയോടുകൂടെ ഓരോ വാക്കുകളുടെയും നേരെ നൽകിയിട്ടുള്ള ഡാഷുകളിൽ വളരെ വൃത്തിയോടുകൂടെ തന്നെ നിങ്ങളത് എഴുതണം എന്നുകൂടി അറിയിക്കുന്നു. ഇതോടുകൂടെ നമ്മുടെ ഈ പാഠം അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.